വെൽക്കം ബാക്ക് ടു സാൻവീസ് ടേസ്റ്റ് വേൾഡ്. എല്ലാത്തെ സുഖല്ലേ? അടിപൊളി ചിക്കൻ കറിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഇന്നൊരു നാടൻ വറുത്തരച്ച ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. വീഡിയോ കാണാം. ഈ വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 കിലോ അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയ ചിക്കനാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കുക. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 3 ടീസ്പൂൺ വരെ ചേർക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല കൂടെ ചേർക്കാം. ഇനി ഈ പൊടികളൊക്കെ കൈകൊണ്ടൊന്ന് നന്നായി കുഴച്ച് ചിക്കനിൽ മിക്സ് ചെയ്ത് വെക്കണം. എന്നിട്ട് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഈ സമയം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു 3 വലിയ സവോള, 6-7 അല്ലി വെളുത്തുള്ളി. ഇത് വലിയ അല്ലി വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഇത്രയും. ചെറുതാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ എടുക്കണം. ഒരു 2 ഇഞ്ച് പീസ് ഇഞ്ചി തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കണം. പിന്നെ വേണ്ടത് 2 തക്കാളി, കുറച്ച് കറിവേപ്പില, 4-5 പച്ചമുളക്. ഇനി അരക്കാനുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അതിനുവേണ്ടി ഒരു ചെറിയ പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. 6-7 ടേബിൾ സ്പൂൺ തേങ്ങ ഇടുക. ഈ തേങ്ങ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വറുക്കണം. ഈ തേങ്ങയിലേക്ക് 1 അല്ലി വെളുത്തുള്ളി, കൂടെ തന്നെ 1 ടീസ്പൂൺ മല്ലി, മുഴുവൻ മല്ലിയാണ് ചേർക്കുന്നത്. കുറച്ച് കുരുമുളക്, ഒരു 10-12 കുരുമുളക് മതിയാവും, കൂടുതൽ വേണമെന്നില്ല. 3-4 കറിവേപ്പില. ഇത്രയും ഇട്ടിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടാറാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് ഇടുക. ആദ്യം തന്നെ വെള്ളം ചേർത്ത് അരക്കരുത്. ഒന്ന് പൊടിഞ്ഞു വന്ന ശേഷം മാത്രം വെള്ളം ചേർത്തിട്ട് അരയ്ക്കാം. അരച്ചെടുത്ത് മാറ്റി വെച്ച ശേഷം നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു വലിയ പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഈ കറിക്ക് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടെ ചേർക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടെ ചേർക്കുക. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക. സവാള ചെറുതായി ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് പച്ചമുളക് 2ആയി കീറിയത് ചേർത്ത് കൊടുക്കാം. ഇതൊരു 5 പച്ചമുളകുണ്ട്. ആവശ്യത്തിനുള്ള എരിവുണ്ടാവും. കൂടെ തന്നെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് സവാള വഴണ്ട് കിട്ടും. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. തക്കാളിയുടെ നിറമൊക്കെ ഒന്ന് മാറി വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. ചിക്കൻ ചേർത്ത് കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റ് ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. നമ്മൾ ചിക്കനിൽ ചേർത്തിരിക്കുന്ന മസാലകളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ചിക്കൻ വേവാൻ ആവശ്യമുള്ള വെള്ളം ചേർക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട്. തിളച്ച വെള്ളം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതൊന്ന് അടച്ചു വെക്കാം. ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെക്കണം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ ഒരു 1/4 ഭാഗം വേവായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ വറുത്തരച്ച് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ നേരത്തെ ചിക്കനിൽ ഉപ്പ് ചേർത്തിരുന്നതാണ്. അതുകൊണ്ട് ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർക്കുക. ഞാനിവിടെ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കുകയാണ്. ഇനി ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. നന്നായി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്തോ നോക്കിയിട്ട് അടുപ്പ് ഓഫ് ചെയ്യാം. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ചിക്കൻ കറി നല്ല അടിപൊളിയായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഒരു ചെറിയ പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ചൂടാവുമ്പോൾ കുറച്ച് സവോള അരിഞ്ഞത് അതിലേക്ക് ചേർക്കുക. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ 3-4 ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർത്താൽ മതി. ഇതൊന്ന് ബ്രൗൺ നിറമായി കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് ഈ കറിയിലേക്ക് ഒഴിക്കാം. അങ്ങനെ നല്ല വറുത്തരച്ച നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്